गया बाप देख रहे हैं जाओ क्या हुआ मेल के बन के जा रहे 24 आवर्स ഫീമെയിൽ भी झगड़ रही है നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് താജ് റിസോർട്ടിലാണ്. നമ്മൾ എന്ത് കാര്യത്തിനാണ് അവിടെ വന്ന് അത് കംപ്ലീറ്റ് ആയി. അപ്പം ഇവിടുത്തെ സ്റ്റേ നമുക്ക് പിന്നീട് ഞാനൊന്ന് ഡീറ്റെയിൽഡ് കാണിച്ചു തരാം. ദാ നോക്കിയാൽ നമ്മുടെ പഴയ പാട്ടുകാരൻ. നീണ്ട ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ വഴിയിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ പോകാൻ നേരം അവർ നമുക്ക് കയ്യിൽ തരും. താങ്ക് യു. ഇത് കാണുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് പലർക്കും തോന്നിയേക്കാം ഇവർക്ക് വേറെ ഒരു പണിയില്ലേ, എന്തിനാ എപ്പോഴും ഈ കാട് കയറി പോകുന്നതെന്ന്. 1.5 വർഷം മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് എനിക്കും ഇതേ ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം ഡെയിലി 2 നേരം പോകുന്ന ആൾക്കാരെ, ആഴ്ചകളോളം പോകുന്ന ആൾക്കാരെ കാണാം. കമ്പാരിറ്റീവ്ലി കുറച്ച് കോസ്റ്റ്ലിയാണ് സഫാരി. എങ്കിലും ഈ ആൾക്കാർ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഒരിക്കൽ പോയി കഴിഞ്ഞപ്പോഴല്ലേ എൻ്റെ ത്രില്ല് മനസ്സിലായത്. അപ്പം ഇന്ന് ഏട്ടന് വരാൻ പറ്റിയില്ല. അപ്പം ഹോട്ടലിൽ നിന്ന് തന്നെ ഞങ്ങളെ അവിടുന്ന് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു. ഒരു കെൻഡറിലാണ് നമ്മൾ പോയത്. അപ്പം ഒന്നും പേടിക്കേണ്ട. അപ്പം ഡ്രൈവറുടെ കൂട്ടത്തിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ 2 സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ ഈ നടന്നു പോകുന്ന ആൾക്കാരൊന്നും സഫാരിക്കൊന്നും പോകുന്നവരല്ലേ, അത് നമ്മുടെ കത്തെഴുതിയാൽ ഗണപതി വീട്ടിൽ വരുന്ന ടെമ്പിളില്ലേ അവിടെ പോകുന്നവരാണ്. അപ്പോൾ അത് കുറേ പേരന്ന് ചോദിച്ചു, കത്തെഴുതിയ ഗണപതി വീട്ടിൽ വരുമോ എന്നൊക്കെ കുറേ ഡൗട്ട് ചോദിച്ചു. വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഉണ്ട്, ആ ടെമ്പിളിൻ്റെ അഡ്രസ്സും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ യാത്ര തുടരുവാണ്. ഇപ്രാവശ്യം നമുക്ക് കാണാൻ കിട്ടിയതെല്ലാം മാനുകളെയാണ്. പല ടൈപ്പ് മാനുകളെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിപ്പം ഡിസംബർ ആ ഒരു ടൈമിലാണ് പോയിരുന്നത്. ഇതിപ്പം പീക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ 1-2 വീഡിയോയിലും വിൻ്റർ ടൈമാണ്. അപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മൾ സഫാരിക്ക് പോയത്. ഒരു 2 മണിയാകുമ്പം പോകണം. അപ്പോൾ ഇത് കണ്ടോ, ഇത് കണ്ടപ്പോൾ ഒന്ന് ആലോചിച്ചത്, എന്ത് 2 മാനുകൾ ഇങ്ങനെ കൊമ്പ് കോർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ കാണാം ഇങ്ങനെ വേറെ ജിപ്സികൾ വരുന്നു. ജിപ്സികളിൽ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മാനുകൾ നിറച്ചിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുകയും അതിന് ഒന്ന് വഴി ഒതുക്കി കൊടുക്കുക, അത് കടന്നു പോയിക്കോളൂ. അത് നമ്മളെ ഒരാനിമലും നമ്മളോട്, ഈവൻ ടൈഗർ ആണെങ്കിൽ പോലും നമ്മളോട് അങ്ങനെ അഗ്രസീവായിട്ട് അങ്ങനെ ഒത്ത പ്രശ്നങ്ങളൊന്നുമേ ഇല്ല. ടൈഗർ ഇത്രയും മാനുകളെ കണ്ടപ്പോഴേ നമ്മളോട് അവർ ഫോറസ്റ്റിൻ്റെ ഗൈഡ് ഉണ്ടല്ലോ നമ്മളോട് പറഞ്ഞു, ഇല്ല നിങ്ങൾക്ക് ഇപ്രാവശ്യം ടൈഗറിനെ കാണാൻ പറ്റില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പോയത്. കാര്യം അതിന് 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പോയപ്പോൾ ഇതിനെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. അപ്പോൾ ഇത് നോക്കി അപ്പോഴാണ് നമുക്ക് കഥ പറഞ്ഞു തന്നെ. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പെൺ മാനുകളുണ്ട്. അവർക്ക് ഒറ്റ ലീഡറാണ്, ഒരു ആൺ മാനാണ് ഉള്ളത്. അപ്പോൾ ആ ഏരിയയിലോട്ട് പുതിയൊരാൾ വരുവാണെങ്കിൽ അവരെ ഇങ്ങനെ വേദന പറഞ്ഞു യുദ്ധം ചെയ്ത് തോപ്പിച്ച് ഓടിക്കുക എന്ന് പറയുന്നില്ല, അതാ ചെയ്യുന്നത്. അപ്പം ഭയങ്കര, അപ്പോൾ ആൾ നമുക്ക് കഥ പറഞ്ഞു തന്നത് എന്താ സംഭവം എന്ന്. അപ്പോൾ ഇതിൽ പലർക്കും പരിക്കൊക്കെ പറ്റി പേടിച്ചു ഈ ഏരിയയെ വിട്ടുപോവുക. അപ്പം പറഞ്ഞു ചില മാനുകൾ ഇങ്ങനെ മരിച്ചു പോവും ഈ ഗുസ്തിയിലെന്ന്. അപ്പം ഭയങ്കര രസമായിട്ട് തോന്നി. പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇതാണല്ലോ യുദ്ധം എന്ന് പറയുന്ന, പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം പുരാണങ്ങളിൽ പോലും കേട്ടിട്ടില്ല. അത് ആനിമൽസിൻ്റെ ഇടയിലും ഉണ്ട്. കുറേ ലേഡീസിൻ്റെ ഇടയ്ക്ക് ഒറ്റ രാജാവേ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പം പുതിയൊരു സീൻ കണ്ടതാ. फीमेल भी झगड़ रही है हम नहीं है പല ടൈപ്പിലെ മാനുകളെ നമുക്കവിടെ കാണാൻ കിട്ടി കേട്ടോ. അതിൽ പക്ഷേ ഏറ്റവും ഭംഗി നമ്മുടെ പുള്ളിമാനുകളുണ്ടല്ലോ, അത് തന്നെ അതിനെ കാണാൻ ഭംഗി. ഇതിന് കുറച്ച് കൊമ്പൊക്കെ ഭയങ്കര രസമാണെങ്കിലും സൈസൊക്കെ വേറെ ആണെങ്കിലും കാണാൻ ഭംഗി നമ്മുടെ മറ്റേ മാനിയ. അപ്പം ദാ നോക്കിയേ, തല താഴ്ത്തി പരിക്കേറ്റ് തോറ്റ് നമ്മൾ പറയുന്ന പോലെ തുന്നമ്പാടി പോകുന്ന ആളെ കണ്ടോ, പാവം തോന്നി കേട്ടോ. ദേഹമെല്ലാം ചെവിയുടെ ഭാഗമെല്ലാം മുറിഞ്ഞ് ചോരയൊലിച്ച് ഇങ്ങനെ പോവുക. അപ്പം ഇനി ഈ ആൾ ഈ ഏരിയയിലോട്ടേ വരത്തില്ല. ആ ജയിച്ച ആളാണ് അവിടുത്തെ രാജാവ്. അപ്പം
അപ്പം മൃഗങ്ങളുടെ ഇടയിലും ആ ഒരു ഇതൊന്നും നോക്കിയല്ലേ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സ്റ്റോറി കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പോയപ്പോൾ വീണ്ടും സെയിം സിറ്റുവേഷൻ, കുറച്ച് ദൂരെ നമുക്ക് ചൊവ്വ കാണാൻ പറ്റുന്നില്ല. എന്നാലും ഡ്രൈവറുടെ കൂടെ ആയിരുന്നല്ലോ ഞങ്ങൾ ആ ഒരു സീറ്റിലാണ്. കെൻഡറിൽ പോയപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. പൊക്കത്തി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇവിടെ യുദ്ധത്തിനൊന്നും തയ്യാറായില്ല. ആളെ കണ്ടപ്പോഴത്തേക്ക് ആ രണ്ടാമത് വന്ന ആൾ പേടിച്ചിട്ടങ്ങ് പോവുക ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ കെൻഡറിലെ ഒരു യാത്രയുടെ ഒരു സുഖം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നടുവേദനയില്ല. ജിപ്സിയിൽ അയ്യോ നടു ഒടിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇത് നോക്കി ഇവിടെ ഒരു തടാകമുണ്ട്. ഈ ഒരു ഫോറസ്റ്റിലെ ഏറ്റവും നല്ല സോണാണിത് കേട്ടോ. ആ തടാകം നിറച്ച് മുതലകളാണ്. അത് പിന്നെ മുതല കുഞ്ഞുങ്ങൾ അതൊക്കെ നമ്മൾ കാണാം. ഇതിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ പല ടൈപ്പ് ബേർഡ്സ് ഉണ്ട്, ഒത്തിരി മൈഗ്രേറ്റഡ് ബേർഡ്സും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നിർത്തിത്തരും എല്ലായിടവും. നമുക്ക് എന്തെങ്കിലും കാണണമെന്ന് പറഞ്ഞാലും ഒക്കെ നമുക്ക് നിർത്തിത്തരും. ഒരുപാട് ടൈപ്പ് പക്ഷികളെ കാണാൻ പറ്റി കേട്ടോ. പക്ഷേ ഏറ്റവും രസം എന്താണെന്നറിയാം, മൺസൂൺ കഴിഞ്ഞ് വരണം, ഫുൾ ഗ്രീനറി. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് വിചാരിക്കത്തില്ല അയ്യോ ഇതെന്താ. സത്യം ഇത് കളറ് ഇതൊന്നുമല്ല കേട്ടോ, ക്യാമറയുടെ ഇതൊന്നുമല്ല, ഫുൾ ബ്രൗൺ കളറായിരിക്കും. നമ്മുടെ മനസ്സിൽ കാടെന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്രൗണിഷ് അല്ല ഗ്രീനറി അല്ലേ, ഇതങ്ങനെയല്ല, ഒരു ബ്രൗണിഷ്. മരങ്ങളെല്ലാം ഇങ്ങനെ ഉണങ്ങി ആ ഒരു ഇതാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാനിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം അങ്ങനെ വെച്ചിട്ടാണ്. ഞങ്ങൾ കുറേ പോയി. നമ്മൾ 2 മണിക്ക് ഇറങ്ങിയിട്ട് ഏതാണ്ട് 6 മണി വരെ 5 മണിയായി നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു തടാകത്തിനിടെ അടുത്ത് വെള്ളം കുടിക്കാൻ വന്നിരുന്നു. അപ്പം നമ്മൾ ഒരു വഴിയിലൊരു ഗ്രൂപ്പ് ആൾക്കാരെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ അവർ കണ്ടു കുഞ്ഞുങ്ങളുമായിട്ട് ടൈഗർ വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോകുന്നു എന്ന്. അപ്പം നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് കാണാനൊന്നും പറ്റിയില്ല. എങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് യാത്രയായത് കേട്ടോ. ഈ കാട്ടിക്കോട്ടുള്ള ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആ മൗറീഷ്യസിലെയൊക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, സീബ്രാസ് ഒക്കെ ഒരു 100 എണ്ണമൊക്കെയാണ് നമ്മുടെ പുറകിന് വരുന്നത്. ഓസ്ട്രിച്ച്, അതിനൊന്നും ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല. ഇത് ഓരോ നെക്സ്റ്റ് മൊമെൻറ്റ് എന്തായിരിക്കും എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റുമോ ഭയങ്കര രസം കേട്ടോ. ഒരിക്കലെങ്കിലും അത് അവസരം കിട്ടുന്നവരൊന്നും ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ സൺസെറ്റ് ആവാറാവുന്നു. അപ്പം റൂളാണ് 5 മണിയല്ല, എത്ര ആണെങ്കിലും സൺസെറ്റിന് മുമ്പ് നമ്മൾ ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്നുള്ളത്. പെട്ടെന്ന് എല്ലാ കെൻഡേഴ്സും ജിപ്സികളും എല്ലാം നല്ല സ്പീഡിൽ തന്നെ പുറത്തിറങ്ങാനുള്ള അഭിപ്രായത്തിലാണ്. അവർക്കത് റൂൾ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. എന്നാലും മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. പുതിയ കുറേ കാഴ്ചകൾ കാണാൻ പറ്റിയല്ലോ. ഓരോ യാത്രയും നമ്മുടെ എക്സൈറ്റ്മെൻ്റ് അല്ലേ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരേക്ക് ഒരുപാട് നന്ദി.